പാലക്കാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് നിസ്സംശയം പറയാം. അഹങ്കാരവും കൂട്ടുപ്രവർത്തനവും മെന്ററിംഗ് രാഷ്ട്രീയവും ചേർന്നപ്പോൾ പാർട്ടിയുടെ ദീർഘകാല താൽപര്യങ്ങൾ ബലി കഴിപ്പിച്ചെടുത്ത ഒരു സ്ഥാനാർത്ഥി തീരുമാനമാണ് കോൺഗ്രസിനെ ഈ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടത്. സംഘടനാ വിവേകമോ രാഷ്ട്രീയ ഉത്തരവാദിത്തമോ ഇല്ലാതെ വ്യക്തിഗത അടുപ്പങ്ങളും അധികാര സമ്മർദ്ദങ്ങളും മുൻനിർത്തിയെടുത്ത തീരുമാനങ്ങൾ എങ്ങനെ ഒരു പാർട്ടിയെ ദുർബലമാക്കുമെന്ന് പാലക്കാട് ഉദാഹരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു തെരഞ്ഞെടുപ്പ് വിജയം മാത്രമായി മാറിയപ്പോൾ പി സരിനെ പോലുള്ള കഴിവുള്ള നേതാവിനെ നഷ്ടപ്പെടുത്തിയ കോൺഗ്രസ് ഇന്ന് വിശ്വാസ്യതയും രാഷ്ട്രീയ ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ്. വടകര ലോക്സഭാ സീറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം പാലക്കാട് MLA സ്ഥാനമൊഴിഞ്ഞ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിനുണ്ടാക്കിയത് കനത്ത നഷ്ടമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെയാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പി സരിൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഘട്ടത്തിൽ അടുത്ത സുഹൃത്തായ രാഹുലിനെ മത്സരിപ്പിക്കാൻ ഷാഫി സംസ്ഥാന നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി. ഇതോടെ പാർട്ടിയുമായി ഉടക്കിയ സരിൻ ഇടതു മുന്നണിക്കായി പാലക്കാട് മത്സരിക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അത് കോൺഗ്രസിനുള്ളിൽ വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഇത് പാർട്ടിക്ക് നഷ്ടമാക്കിയത് ഡോക്ടർ പി സരിനെ പോലൊരു മികച്ച യുവ നേതാവിനെ. ഇപ്പോൾ രാഹുലിനെതിരെയുള്ള ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിലനിർത്തുക കോൺഗ്രസിന് എളുപ്പമല്ല. ഷാഫി രാഹുലിന്റെ മെന്ററാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ചെങ്കിലും ലൈംഗികാരോപണങ്ങൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി. രാഹുലിനെതിരെ നേരത്തെ തന്നെ പല സ്ത്രീകളും ലൈംഗികാരോപണ പരാതി ഷാഫിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും നൽകിയിരുന്നു. ഇതെല്ലാം അവഗണിച്ചും രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഷാഫിയുടെ ഇടപെടലിലൂടെയാണെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. സരിൻ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കൺവീനർ ആയിരുന്നു. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ സരിനെ പാർട്ടിക്ക് നഷ്ടമായി. ഇപ്പോൾ ഇടതു മുന്നണിക്കൊപ്പം പ്രവർത്തിക്കുന്ന സരിൻ പാലക്കാട് വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ട്. പി സരിൻ 2006 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS പിന്നീട് MDയും നേടിയ വ്യക്തിയാണ്. IAS പരീക്ഷ ക്ലിയർ ചെയ്ത് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസിൽ ചേർന്നു. 2016 ബ്യൂറോക്രസി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലേക്കെത്തി. KPCC സോഷ്യൽ മീഡിയ വിഭാഗം തലവനായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന റോൾ വഹിച്ചു. 2021 ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥി K പ്രേംകുമാറിനോട് 15,152 വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസിന്റെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു. പാലക്കാട് വിവാദത്തിന് ശേഷം ഇടതു മുന്നണിയിലേക്ക് ചേക്കേറിയ സരിൻ 2025 മെയ്യിൽ വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസറായി നിയമിതനായി. ഇടത്തിന്റെ യുവമുഖമായി മാറിയ അദ്ദേഹം കോൺഗ്രസിന് പറ്റിയ വലിയ നഷ്ടമാണ്. സരിനെ ഒഴിവാക്കി കോൺഗ്രസ് ചേർത്ത് പിടിച്ച രാഹുലിന്റെ വിജയം ആഘോഷമായിരുന്നെങ്കിലും ലൈംഗികാരോപണത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു. ലൈംഗികാതിക്രമം, സ്ത്രീകളെ സോഷ്യൽ മീഡിയയിലൂടെ ശല്യപ്പെടുത്തൽ, റേപ്പ് തുടങ്ങിയ ആരോപണങ്ങളിൽ രാഹുൽ ഇപ്പോൾ ജയിലിലാണ്. ഓരോ ദിവസവും രാഹുലിനെതിരെ പുതിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ സരിൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഷാഫിയുടെ പിടിവാശി ഹ്രസ്വകാല വിജയം നൽകിയെങ്കിലും ദീർഘകാല നഷ്ടമാണ് കോൺഗ്രസിനുണ്ടാക്കിയത്. 2026 കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന മണ്ഡലമായിരിക്കും പാലക്കാട്. ഷാഫി ഇവിടെ തിരിച്ചെത്തുമോ അതോ പുതുമുഖങ്ങളെ കോൺഗ്രസ് പരീക്ഷിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്.